കുഞ്ഞാപ്പോ കുഞ്ഞാപ്പോ ഞാനാണ് വായിലോർക്ക് നല്ല കേറി കാണിച്ചോളൂ. ഞാൻ ചോറ് കഴിക്കാനല്ലേ ഈ രാവിലെ തന്നെ ചോറ് കഴിക്കുന്നത്? രാവിലെ 11 എന്താ കുഞ്ഞാപ്പോ നേരം വെളുത്തിട്ടില്ല, അപ്പൊ ഇതിന് ചോറ് കഴിക്കാനാ? ഇപ്പൊ ചോറ് കഴിച്ചാലേ 2 മണി 3 ആകുമ്പോ ഒന്നുകൂടി വയ്ക്കാച്ചിട്ടാണ്. ഇമ്മിന്റെ അവിടെ രാവിലത്തെ അപ്പം നിന്നുണ്ട്. അല്ല എന്താണ് ഇജെന്താ വന്നത്? ഞാൻ ലേശം പണിയുണ്ട്, എനിക്ക് വിളിക്കാൻ വേണ്ടി വന്നാ. പണിയോ? എന്താ എന്ത് പണിയാണ് ഒപ്പിച്ചത്? ഇച്ചിപ്പോ പറഞ്ഞത് ഇമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ അമ്പടങ്ങറാവൂലേ പണിയുടെ കൂട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതെന്താ കുഞ്ഞാപ്പൂജി പണിക്ക് ലേശം പണിയുള്ളൂ, പോയിട്ട് വരണ. ഇന്നലെ രാത്രി മുതൽ ഈ പണിയുടെ കൂട്ടം പറഞ്ഞിട്ട് ഇമ്മാനായിട്ട് ഇമ്മക്ക് ഒരു പോളെ കണ്ണടക്കാൻ സമ്മതിച്ചിട്ടില്ല. തല്ലായിരുന്നു, പ്രശ്നമായിരുന്നു. എന്ത് പ്രശ്നം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്നോട് പണിക്ക് പോയിക്കാടാ, ഈ പെണ്ണാട്ടാൻ നടക്കണ്ടല്ലോ, പണിക്ക് പോവും. അങ്ങനെ ഞാൻ ഇമ്മ എന്നെ തല്ലു കൂടിയിട്ട് എപ്പോഴാ ഉറങ്ങിയെന്നറിയോ? അതിന്റെ ഇടയിലാണ് ഇജ്ജി അറിയില്ലല്ലോ കുഞ്ഞാപ്പോ, ഇരിക്കട്ടെ അവിടെ. എന്താ അറിയില്ലല്ലോ? അതിന്റെ ഇടയിലേക്ക് അടുത്ത് വന്ന് പണിയുടെ കൂട്ടായിട്ട് ഞാനിപ്പോ ഇമ്മാനെ സമാധാനിപ്പിച്ചിട്ടാണ്. എനിക്കറിയോ, ഇന്ന് രാവിലെ ഞാൻ പാട് പാത്രം മുറിയെ കൊടുത്ത് ഇമ്മാന്റെ തുണി കൊപ്പായും ചിമ്പി കൊടുത്ത് എന്നിട്ട് ഇമ്മാനോട് ഞാൻ എന്താ ചേട്ടാ പറഞ്ഞിരിക്കണത്, ഇന്ന് നമുക്ക് ഉമ്മ പെണ്ണിനെ കാണാൻ പോവുകയാണെങ്കിൽ പെണ്ണ് കല്യാണം കഴിച്ച് വരികയാണെങ്കിൽ വന്ന പാടന് പെണ്ണിന് മാരി വളമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉമ്മാക്ക് ഊരി തരുമ്പീന്ന് അറിയിക്കണം. അല്ലാതെ കേക്കണ്ട. അവിടെ വർക്കത്തല്ലേ ചോറ് വെക്കണ്. അപ്പം വാഴച്ചോണ്ട് കേൾക്കൂല. അപ്പൊ ആദ്യം ഉമ്മ എന്റെ മുഖത്തൊക്കെ നോക്കി, എന്നിട്ട് ഉമ്മ ഒന്ന് ചിരിച്ചും കൂടെ വെക്കണ്. അപ്പഴാ ഉമ്മാക്ക് സമാധാനിക്കണ്. മാലി മാലൊക്കെ ഞാൻ ഊരി കൊടുക്കും പറഞ്ഞ കാരണേ. മറ്റേ പെണ്ണിന്റെ അതടിച്ച പെണ്ണിന്റെ ഇപ്പൊ പെണ്ണാണ് പോണല്ലോ. അപ്പൊ കല്യാണം കഴിച്ചാൽ അതൊക്കെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിരിക്കണ്. ഇമ്മ ഇപ്പൊ സമാധാനത്തിൽ അവിടെ ഇരിക്കണ്. ഇനിയിപ്പൊ ഞാൻ അമ്മാനോട് പറഞ്ഞിരിക്കണ്, ആ പാത്രങ്ങളൊക്കെ മോദി കഴിഞ്ഞ് ഞാൻ ഒക്കെ അടിച്ചു വരുന്നത് ഇപ്പൊ ഒരു പണി എടുക്കണ്ട. ഇനിയിപ്പോ പെണ്ണട്ടി വന്നാല് ആ പെണ്ണും ഞാനും കൂടി എല്ലേ പണിയെടുത്തോണ്ട് നമുക്ക് പെണ്ണിന്റെ ഓരോരോ വള ഊരിയിട്ട് നമുക്ക് വിറ്റിട്ട് അത് ചെലവ് നടത്തി തിന്നാന്ന് പറഞ്ഞു. ഇമ്മ പണിക്കൊന്നും പണാൻ വെക്കണത്. പിന്നെ ഉമ്മാനോട് പറഞ്ഞിട്ട് ഞാൻ ആ പെണ്ണ് ഇങ്ങനെ എങ്ങനെയെങ്കിലും പെണ്ണിനെ തൊഴിലുറപ്പ് കൊണ്ട് തൊഴിലുറപ്പ് പണി ഞാൻ ഇപ്പിക്കും പെണ്ണ് വന്നാല് പറഞ്ഞിരിക്കണം. പെണ്ണ് തൊഴിലുറപ്പ് എടുക്കാൻ പെണ്ണിന് മടിയാത്ര, ഒരു ഉച്ചാത്ര പെണ്ണിന്. അപ്പൊ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിച്ചിട്ട് വേണം പെണ്ണിന് തൊഴിലുറപ്പ് പണിക്ക് പറഞ്ഞയക്കുന്ന. അന്നാ കണ്ട പെണ്ണെന്നെയാണ്. അതെന്നെ അയക്കാറല്ലേ എമ്മ പറഞ്ഞു പെണ്ണാണാൻ പോവാന്നിട്ടുണ്ട്. അപ്പൊ സമാധാനിച്ച് നിൽക്കുമ്പോഴാണ് അന്റെ വളർത്തലും അറിയില്ലല്ലോ. നല്ല പറഞ്ഞോ, ഇനി പണിക്ക് വിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് അത് മതി. അപ്പൊ ഇന്ന് പെണ്ണ് കാണാൻ കൂടി നടക്കൂല. ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ട എന്നെ ഇഷ്ടപ്പെട്ട സമാധാനിപ്പിച്ചോളൂ. അല്ലെങ്കിലോ അന്നിപ്പോ എന്തോ അന്ന് തന്നെ എന്തോ ഫോട്ടോ എടുത്തിട്ട് പ്രശ്നം ഉണ്ടായിക്കോട്ടെ. അല്ല പറയണ ആ പെണ്ണിന്റെ ഫോട്ടോ ചോദിച്ചിരുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ആയിക്കോട്ടെ. വരുന്നുണ്ടാ ആരില്ലമ്മ, ഞാനേ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാണ്. ഇമ്മ ചോറ് കഴിച്ചോളൂ, ഇമ്മ ചോറിനാണ് പള്ള നടത്തി ചോറ് കഴിച്ചോളൂ. ഞാൻ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാണ്. അല്ലാ ഇമ്മ അല്ല ഒച്ച കേട്ടിക്കണാവോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ മോനെ എന്നോട് പറയാനേ ഇമ്മാനിപ്പോ നല്ല സമാധാനിപ്പിച്ച് നിർത്തിക്കാണ് ഞാൻ. സ്വർണ്ണ കിട്ടുന്ന പറഞ്ഞ പോലെ ഇമ്മക്ക് ചോറിനടുത്തേക്ക് ആരാണ് പ്രത്യേകിച്ച് അന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇമ്മ വന്നിട്ടുണ്ടെങ്കിൽ കൊടുങ്ങൂ. പണിയുടെ കൂട്ടം മാത്രം പറയുന്നത്, പണിന്റെ കൂട്ടം പറഞ്ഞാൽ വിളിക്കാൻ വരരുത്. ഞങ്ങളെങ്കിലും ജീവിച്ചോണ്ട് പണിക്ക് വിളിക്കാനല്ല വന്ന്, വേറെ ഒന്നിനുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യോ, ഇജ്ജ് പൊയ്ക്കോ.
എന്നിട്ടോ എന്നിട്ടെന്താ എന്റെ ഒച്ചക്കട്ട ഇമ്മത്തിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്ന് പെണ്ണ് കാണാൻ പോണത് കൂടി ഇല്ലാതാവും പൊട്ടാ. ഞാൻ എന്നിട്ടെന്താ ഇപ്പൊ ചോറ് വെച്ച് ഇനി ഉച്ചക്ക് ചോറ് വെച്ച് നീ ഇമ്മാരുടെ പറഞ്ഞ് ഞങ്ങള് 4 മണിക്ക് പോവാ 5 മണിക്കാവുമ്പോ പോവാ. അപ്പൊ അവിടെ ഒരു പൊറാട്ടും ചായ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് തിന്നാച്ചിട്ടാണ് ഞാൻ ഏറെ അനക്ക് പുള്ളി തീറ്റിന്റെ വിചാരമല്ലേ? അനക്ക് തിന്നാൻ പറ്റില്ല, എനിക്ക് തിന്നണ്ടേ? അല്ല തിന്നണേന് കണക്കൊക്കെ ഇല്ല കുഞ്ഞാപ്പോ, എപ്പോഴും തീറ്റ ഒറ്റ കണ്ടിട്ടാ എപ്പോഴും എന്നോട് പറയുന്നത് നാവ് ഒതുക്കിക്കൊണ്ട്, അതേമാതിരി ഇജ്ജ് നാവ് ഒതുക്കിക്കൊണ്ട് രാവിലെ വണ്ടി വച്ചിട്ടുണ്ട് ചോദിക്കും മനുഷ്യന്മാര് എന്നെങ്ങനെ ഇമ്മാക്കിന്റെ വെച്ചിട്ട് നിൽക്കണ. അല്ല ഇന്നലെ എന്താ കിട്ടിയെന്ന് പറഞ്ഞു? അപ്പൊ ഈ പറഞ്ഞതൊന്നും മനസ്സിലാക്കി പൊട്ടാ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ല, പഠിക്കാൻ പോകാത്തതിന് സമാധാനിച്ചിരിക്കാണ് ഞാന്. പോയിക്കോ. അല്ല നിക്കുഞ്ഞപ്പോ ഞാൻ നിക്കന്നെയാണ്. ഇപ്പൊ ഇനി ചോറിനാ പോവാനെ? അതിന്റെ ബാക്കി തിന്നണ്ടേ? ഞാൻ ബാക്കി തിന്നണ്ടേ? നീ പോയിക്കൊന്ന. അതാരില്ലെന്നമ്മ. അതെ ഞാന് വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞാണ്. ആയിക്കോട്ടെ.